അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താരീഖ് എന്ന വിഷയത്തിലെ 5ാമത്തെ ചാപ്റ്ററായ ഉദാരനായ ഖലീഫ എന്ന ചാപ്റ്ററാണ്, എന്ന പാഠാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് കേട്ടോ. നമുക്ക് കൊല്ലപ്പരീക്ഷ വരാൻ നിൽക്കുകയാണല്ലോ, അടുത്ത മാസം 18-ാം തീയതി. അപ്പോൾ അതിൽ ഈ പാഠടക്കം 5 പാഠാണ് താരീഖിൽ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഈ പാഠം നോക്കുക എല്ലാവരും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാരനായ ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാരനായ എന്ന് പറഞ്ഞാല് നല്ലോണം സഹായിക്കുന്ന, സഹകരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ഖലീഫ, അങ്ങനത്തെ ഒരു നേതാവ് കേട്ടോ. അപ്പൊ ആരാണത്? ആരെ കുറിച്ചാണ് പാഠം പറഞ്ഞത് നോക്കുക. ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ ഒരു യുദ്ധമായിരുന്നു തബൂക്ക്. അപ്പൊ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു യുദ്ധം തബൂക്ക് യുദ്ധം. ഈ സമയം മദീനയിൽ കഠിന ചൂടും വരൾച്ചയും കാലാവസ്ഥയായിരുന്നു, അഥവാ നല്ല കഠിന ചൂടും വരൾച്ചയുമുള്ള കാലാവസ്ഥയായിരുന്നു. അപ്പൊ ആ യുദ്ധം നടക്കുന്ന സമയത്ത് മദീനയില് കഠിനമായ ചൂടും നല്ല വരൾച്ച ഉണ്ടായിരുന്നു. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ക്ഷാമം നേരിട്ടു. ജനങ്ങളൊക്കെ എന്തായി? ഭക്ഷണം വെള്ളം കിട്ടാതെ എന്തായി? ക്ഷാമം നേരിട്ടും കൊണ്ടേയിരുന്നു. ഈ വിഷമഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിനായി ആഹ്വാനം ചെയ്തത്. അഥവാ നല്ല വരൾച്ച ഇതൊക്കെ നേരിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്താണ് നബി പറയണത്, എല്ലാരും തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത്. അപ്പൊ യുദ്ധത്തിന് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ആയുധങ്ങൾ വേണ്ടേ? അതുപോലെ ഭക്ഷണ വസ്തുക്കളൊക്കെ വേണ്ടേ? എത്ര ദിവസം യുദ്ധം ഉണ്ടാവുന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഒരുപാട് വസ്തുക്കൾ വേണ്ടേ? ഈ പൈസ ഇല്ലാത്ത സമയത്ത് അതൊക്കെ കൊടുന്നാ കിട്ടല്ലേ. അപ്പൊ അടുത്ത പാരഗ്രാഫ് നോക്കിട്ടോ. സൈന്യത്തിന് വേണ്ടി പണവും മറ്റു സൗകര്യങ്ങളും കണ്ടെത്താൻ എല്ലാവരും ആശങ്കപ്പെട്ട ഈ സമയത്ത് ഒരു മഹാനായ സ്വഹാബി മുന്നോട്ട് വന്നു. സൈന്യത്തിന് വേണ്ടി പൈസയും മറ്റു കാര്യങ്ങളൊക്കെ വേണല്ലോ. അപ്പൊ പൈസ ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്നത്, എവിടുന്ന പൈസ ഇട്ടാന്നുള്ളത്. അപ്പോഴാണ് മഹാനായ ഒരു സ്വഹാബി മുന്നോട്ട് വന്നത്. അദ്ദേഹം 600 ഒട്ടകങ്ങളും 1000 ദീനാറുകളും മുസ്ലിം സൈന്യത്തിന് ദാനമായി നൽകി. എത്രയാണ് തബൂക്ക് യുദ്ധത്തിന് ദാനമായി നൽകിയത്? 600 ഒട്ടകങ്ങളും 1000 ദീനാറും. ആരാണ് നൽകിയത്? അതാണ് പറയണത് ഇനി കേട്ടോ. നോക്കി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. ആരായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് പൈസ ഒക്കെ കിട്ടിയില്ലേ? 600 ഒട്ടകവും 1000 ദീനാറും കിട്ടിയില്ലേ മുസ്ലിം സൈന്യത്തിന്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടില്ലേ, സന്തോഷത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അല്ലാഹുമ്മ അർളൻ ഉസ്മാന ഫഇന്നി അൻഹു റാസിൻ. അല്ലാഹുവേ, നീ ഉസ്മാന് അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തൃപ്തിപ്പെടണം. അദ്ദേഹത്തെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം 3ാം ഖലീഫയായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അപ്പൊ 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ. 2ാം ഖലീഫ ആയിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു. 3ാം ഖലീഫ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. തുടക്കത്തിൽ സമാധാനവും വളർച്ചയും നിറഞ്ഞതായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. നിരവധി വലിയ വലിയ നേട്ടങ്ങൾ ആ കാലത്തുണ്ടായി. അഥവാ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാല സമയത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി അനറബി രാജ്യങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിപ്പിച്ചതോടെ പലയിടത്തും ഖുർആൻ പാരായണത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചു. അപ്പൊ പല ആൾക്കാരും പല രീതിയിൽ എന്തായി? ഓതാൻ തുടങ്ങി, വ്യത്യാസം ഉണ്ടാവാൻ തുടങ്ങി ഖുർആൻ പാരായണത്തില്. അപ്പോൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ സൂക്ഷിച്ചിരുന്ന മുസ്ഹഫ് പകർത്തി എഴുതാൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അഭ്യർത്ഥിച്ചു. അപ്പൊ ഖുർആൻ പകർത്തി എഴുതിയത് ആരാണ്? സെയ്ദ് ബിൻ സാബിത്ത്. ആരുടെ കയ്യിലുള്ള കോപ്പി നോക്കിയിട്ടാണ് പകർത്തി എഴുതിയത്? ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലുള്ള കോപ്പി നോക്കിയിട്ടാട്ടോ പകർത്തി എഴുതിയത്. അങ്ങനെ മുസ്ഹഫിന്റെ പല കോപ്പികൾ തയ്യാറാക്കി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പൊ എന്താണ്? ഉസ്മാനിയ മുസ്ഹഫാണ്. നമ്മുടെ കയ്യിലൊക്കെ ഉള്ള മുസ്ഹഫിന് പറയുന്ന പേരാണ് എന്ത്? ഉസ്മാനിയ മുസ്ഹഫ് എന്നുള്ളത് കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലം ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി മൂപ്പരുടെ ഭരണത്തിന്റെ കാലഘട്ടത്ത് അവസാന സമയത്ത് വെച്ചിട്ട്. അബ്ദുല്ലാഹിബ്നു സബ എന്ന മുനാഫിക്ക് ഖലീഫക്കെതിരെ കുപ്രചാരണങ്ങൾ നടത്താൻ തുടങ്ങി. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, നമുക്ക് ഒരാൾ നല്ല നിലയിൽ പോണുണ്ടായാലും എന്താവും? കുറെ ആൾക്കാർക്ക് കണ്ണുകടി ഉണ്ടായിട്ട് ഇല്ലാത്ത ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹുവിനാണ് ഖിലാഫത്തിന് അർഹത എന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത്
തട്ടിയെടുത്തതാണെന്നും അദ്ദേഹം വ്യാജ പ്രചരണം നടത്തി. എന്താ പറഞ്ഞത് കേട്ടില്ലേ? അലി റളിയല്ലാഹു എന്നായിരിക്കും എന്താ വേണ്ടീനെ, ഖലീഫ വേണ്ടീനെ, ഉസ്മാൻ റളിയല്ലാഹു എന്താണ് തട്ടിയെടുത്തതാണ് എന്നാണ് എന്തായത് അദ്ദേഹം പറഞ്ഞ പ്രചരണം നടത്തിയത്. പല ആളുകളും അതിൽ അകപ്പെടുകയും ചെയ്തു. അപ്പൊ ഇങ്ങനൊക്കെ എന്തായിട്ടുണ്ട്, മൂപ്പരുടെ ഭരണത്തിന്റെ അവസാന കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കുക, മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? കപട വിശ്വാസി കേട്ടോ. അതുപോലെ മുസ്ഹഫ് പറഞ്ഞാൽ എന്താണ്? രണ്ട് ചട്ടക്കുള്ളിലായി ക്രോഡീകരിക്കപ്പെട്ട ഖുർആന് പറയുന്ന പേരാണ് എന്തെന്നുള്ളത്, മുസ്ഹഫ് എന്ന് കേട്ടോ. ദീനാർ പറഞ്ഞ എന്താണ്? സ്വർണ്ണ നാണയം. ദിർഹം എന്ന് പറഞ്ഞാല് വെള്ളി നാണയം. അപ്പൊ ഈ പാഠഭാഗമൊക്കെ ഒന്നും കൂടെ വായിച്ച് മനസ്സിലാക്കുക ഇൻഷാ അള്ളാ. നമുക്ക് ഇതിലെ തദ്രീബാത്തും അതുപോലെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഇതിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യോത്തരങ്ങളൊക്കെ നോക്കട്ടോ. ഫസ്റ്റ് ചോദ്യം എന്താണ്? ഉത്തരം എഴുതുക. തബൂക്ക് യുദ്ധത്തിന് സഹായം നൽകിയ സ്വഹാബി ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മുസ്ഹഫിന്റെ കോപ്പികൾ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചത് ആരുടെ കാലത്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. ആരാണ് മുസ്ഹഫ് പകർത്തി എഴുതിയത്? ആരാണ്? സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ പാഠത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് എന്താണ്? എന്താ ദുആ ചെയ്തത്? അല്ലാഹുമ്മ അർള അൻ ഉസ്മാന ഫഇന്നി അൻഹു റാസിൻ. അബ്ദുല്ലാഹിബ്നു സബഅ നടത്തിയ വ്യാജ പ്രചരണം എന്തായിരുന്നു? എന്തെന്ന വ്യാജ പ്രചരണം? അലി റളിയല്ലാഹു അൻഹുവിനാണ് ഖിലാഫത്തിന്റെ അർഹത എന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തട്ടിയെടുത്തതാണ് എന്നാണല്ലേ. മൂന്നാം ഖലീഫ ആരായിരുന്നു? ആരാണ് മൂന്നാം ഖലീഫ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ കുപ്രചാരണങ്ങൾ നടത്തിയ മുനാഫിക് ആരാണ്? അബ്ദുല്ലാഹിബ്നു സബഅ. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, ശരി അടയാളപ്പെടുത്തുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിനായി ഒട്ടകവും ദീനാറുകളും നൽകിയിരുന്നു. അത് ശരിയല്ലേ? അവിടെ ശരി അടയാളപ്പെടുത്തട്ടോ. രണ്ടാമത്തെ എന്താണ്? മുസ്ഹഫിന്റെ കോപ്പികൾ തയ്യാറാക്കിയത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തായിരുന്നു. ആണോ? തെറ്റല്ലേ? തെറ്റാണ്. ആരുടെ കാലത്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണല്ലോ അല്ലേ. അപ്പോൾ അവിടെ തെറ്റില്ല കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലത്ത് ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അത് ശരിയാണല്ലോ അല്ലേ. അപ്പൊ അതിന് ശരി അടയാളപ്പെടുത്തട്ടോ. ഇനി ഇതിലെ അവസാന പ്രവർത്തനമാണ് സ്വതക്കയുടെ മഹത്വം എന്ന വിഷയത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർ ക്ലാസ്സിൽ പ്രഭാഷണം നടത്തുക എന്നുള്ളത്. ഒരുപാട് പ്രഭാഷണം നമ്മുടെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കിട്ടും സ്വതക്കയുടെ മഹത്വത്തെ കുറിച്ചട്ടോ. അസ്വഖുദ്റത്തുൽ ബല എന്നുള്ള ഹദീസുകളൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ഉസ്താദന്മാരോടോ ചോദിച്ചാൽ എന്താവും, അതിന്റെ പ്രഭാഷണങ്ങൾ കിട്ടും. അതൊക്കെ കേട്ട് പഠിക്കുക ഇൻഷാ അള്ളാ. ഇത്രയും പാഠങ്ങളാണ് നമുക്ക് പരീക്ഷക്കുള്ളത്. ഈ 5 പാഠങ്ങളാണ് താരീഖിന്ന് പരീക്ഷക്കുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മോഡൽ പേപ്പേഴ്സ് ഒക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.